മൂവാറ്റുപുഴയിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് അടുത്ത മാസം ജനങ്ങൾക്കായി തുറന്നു നൽകും. ഒരു വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ച റെസ്റ്റ് ഹൗസിന്റെ അവസാന മിനുക്കുപണികളാണ് ഇപ്പോൾ നടക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ 13 മുറികളും കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് അടുത്ത മാസം ജനങ്ങൾക്കായി തുറന്നു നൽകും. ഒരു വർഷം മുൻപ് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന മിനുക്കുപണികൾ കൂടി കഴിഞ്ഞാൽ പൂർത്തിയാകും. 3 നിലകളിലായി വിഭാവനം ചെയ്ത കെട്ടിടത്തിന്റെ ആദ്യഘട്ടത്തിൽ 2 നിലകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള 13 മുറികളാണ് കെട്ടിടത്തിലുള്ളത്. വിശാലമായ ഡൈനിങ് റൂം, കിച്ചൺ എന്നിവയ്ക്ക് പുറമെ മികച്ച രീതിയിലുള്ള ഭക്ഷണശാലയും ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ 3-ാം നില നിർമ്മിച്ച് ഇവിടെ കോൺഫറൻസ് ഹാൾ ഒരുക്കാനാണ് പദ്ധതിയിടുന്നത്. നിർമ്മാണം ഈ മാസം തന്നെ പൂർത്തിയാകുമെന്നും ഉദ്ഘാടനത്തിന് സജ്ജമാണെന്നും വ്യക്തമാക്കി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. 7 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പഴയ റെസ്റ്റ് ഹൗസ് കാലപ്പഴക്കം മൂലം ചോർന്നൊലിക്കുന്ന നിലയിലായിരുന്നു. അറ്റകുറ്റപ്പണികൾ പോലും നടക്കാതെ നാശത്തിന്റെ വക്കിലെത്തിയ കെട്ടിടം പുതുക്കിപ്പണിയാൻ മുൻ MLA എൽദോ എബ്രഹാം നൽകിയ നിവേദനത്തെ തുടർന്നാണ് കഴിഞ്ഞ LDF സർക്കാർ 5 കോടി രൂപ അനുവദിച്ചത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥ മൂലം നിർമ്മാണം വൈകി. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ മാത്യു കുഴൽനാടൻ MLA നടത്തിയ സജീവ ഇടപെടലുകളെ തുടർന്ന് രൂപരേഖയിൽ മാറ്റം വരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. ഇതിനായി പൊതുമരാമത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കി അവിടെ പ്രവർത്തിച്ചിരുന്ന KSTP ഓഫീസ് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.